എല്ലാം എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇതിമോന് തനിക്ക് ഫസ്റ്റ് ടൈം തന്നെത്താനെ യാത്ര ചെയ്യുകയാണ്. വേറെ ഇങ്ങോട്ടല്ല, തിരുവനന്തപുരത്തേക്കാണ്, ജനശതാബ്ദിയിൽ. അപ്പോൾ അതിൻ്റെ ചില ക്ലിപ്പിങ്സ് മാത്രം നമുക്ക് കാണാം. മേശപ്പുസ്തകത്തും കർത്താവ് ദേശീയനും ഇതിമോളൊക്കെ തിരുവനന്തപുരത്തേക്ക് കടന്നു പോകുന്ന അങ്ങനെ സാധ്യം കൊണ്ട് വാന്തി നിയന്ത്രിച്ചോളും. അത്തായതിരെ വന്ന വാന്തിയെല്ലാം നിയന്ത്രിച്ചു ചെഞ്ചേരുള്ള കൃപയിലാണെന്ന് മറിച്ചുകൊണ്ട് കർത്താവെ ഇതിന് നന്മ വന്നിരിക്കുന്ന ഈശ്വരനാം തന്നെ. ആമേൻ. കോടാമഞ്ഞിൻ തഴരയിൽ രാത്രി മഞ്ഞ് നല്ല ഇതുണ്ടല്ലോ ചാ, എന്താ പറയാ, മഞ്ഞുണ്ട്. പിന്നെ ഷൊർണൂര് വഴി ഇപ്പം നന്നാക്കിയോണ്ട് അച്ചുവിട്ട് അങ്ങ് പോവാം. ഇനി ഇന്ന് രാത്രി വൈകിട്ട് കൊണ്ട് ഇവിടെ എല്ലാം ആള് തുടങ്ങും കേട്ടോ. ഇന്ന് വൈകിട്ടല്ല, നാളെ തൊട്ട് പട്ടാമ്പി നേർച്ചയാണ് ഇവിടെ. ആർ യു എക്സൈറ്റഡ് ഓർ ഇല്ല? തുമ്മി ഇന്നലെ തൊട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് തുമ്മിയത് കാരണമാണ് ഇച്ചിരി. രണ്ടുപേരും തുമ്മി. എനിക്കൊന്ന് ഈ എന്താ പറയാ ലെമൺ റൈസിന്റെ സ്മെല്ല് അടിച്ചപ്പോഴത്തേനും രണ്ടുപേർക്കും തുമ്മലായി. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 7:30ക്കാണ് ട്രെയിന്. പക്ഷെ ഞങ്ങളൊരു 6:15 ഇവിടുന്ന് ഇറങ്ങി. കാരണം പിന്നെ അരമണിക്കൂറുണ്ട് ഇവിടുന്ന് ട്രാവലിംഗ് ഉണ്ട്. പിന്നെ രാവിലത്തേനൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഞങ്ങളുടെ ഗ്യാസ് തീർന്നു പോയി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പിന്നെ ഞാനിത് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് അത്യാവശ്യം ആക്കിയതാണ് നമ്മുടെ ലെമൺ റൈസ്. ഉറക്കെ പറയണം. ഓക്കെ. എക്സൈറ്റ്മെന്റ് ഇല്ലാതിരിക്കുന്ന എക്സൈറ്റ്മെന്റ് ആവും. ശരിക്കും ഇന്നലത്തെ എക്സൈറ്റ്മെന്റ് ഒക്കെ ശരിക്കും എടുത്ത് വെക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊന്നും ബുദ്ധി പോകത്തില്ലല്ലോ. സാധനം പോകുന്നുണ്ട് ഇപ്പോഴത്തെ. ഞങ്ങൾക്കും ഗ്യാസ് ഇല്ല. ഒരു ബൈ റൂട്ട് കയറി വേണ്ട കുഴപ്പുള്ളി എന്നപ്പം ഞാൻ പറയാം. കൊളപ്പുള്ളി ഞങ്ങളുള്ള റോഡ് സ്ലോയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കൊളപ്പുള്ളി എന്നുള്ള എനിക്ക് സൗണ്ട് ഇത്രേ ഉള്ളൂ. കൊളപ്പുള്ളി എന്നുള്ള റോഡ് ആണോ, സ്ലോയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളൊരു ബൈ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ബൈ റൂട്ട് കയറിയോണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങെത്തി ഷൊർണൂർ എത്തിക്കഴിഞ്ഞു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ അടിപൊളിയാക്കി കേട്ടോ. അതിന് എല്ലാം പുതുക്കി പണിഞ്ഞിട്ട് കെട്ടിടങ്ങളിലൊക്കെ മാറ്റി ഇപ്പം നല്ല സൂപ്പറാണ്. പക്ഷെ അല്ലത്തിന് അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു നോർത്ത് ഒരു മെയിൻ ഹബ്ബാന്ന് തോന്നുന്നു. നോർത്തും സൗത്തും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു സാധനം. 7 പ്ലാറ്റ്ഫോമോളം ഉണ്ട്. ഞങ്ങൾ ആദ്യം ഇപ്പോൾ ഷൊർണൂരാണ് താമസം. അതിൻ്റെ ഒരേ ഒരു കാരണം റെയിൽവേ സ്റ്റേഷൻ അവിടെ അടുത്തുണ്ടെന്നുള്ളതായിരുന്നു കേട്ടോ. തുമ്മലായിരുന്നു പാമ്പ്. ഞങ്ങളിവിടെ ഒരു ATC പറഞ്ഞിട്ട് 24 മണിക്കൂറൊരു ഹോട്ടലുണ്ട്. അവിടെ കയറി രാവിലെ അല്ലെങ്കിൽ ഇവർക്ക് പണി കിട്ടും വേറെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ. കൂട്ടം പാമ്പ് പോലെ ഇരിക്കുന്നതൊക്കെ കിളി പോയിരിക്കുകയാണോ? ചുമ്മാ അഭിനയം നോക്കിയിട്ടുണ്ട്. എരുമകളൊക്കെ ദോശ നെയ്റോസ്റ്റ് വാങ്ങിച്ചു. ഞങ്ങൾ വാങ്ങിച്ചില്ല. അവൻ്റെ എത്ര രൂപ എടുത്തോണ്ടത്തേക്ക്? ഇത് എത്രാമത്തെ തവണയാണ് പറയുന്നത് ട്രെയിൻ നിർത്തുമ്പോ ഇറങ്ങണമെന്ന്. എവിടെ ചവിട്ടി ഇറങ്ങണം? അന്ന് പറഞ്ഞപ്പോ തൊട്ട് പറയാ ലാസ്റ്റ് സ്റ്റോപ്പാണ്, പതുക്കെ ഇറങ്ങണം, പതുക്കെ ഇറങ്ങണം, പതുക്കെ ഇറങ്ങണം. അവന്റെ പോക്കറ്റിൽ 200 രൂപ എടുത്തിട്ടുണ്ട്. നിന്റെ രൂപയുണ്ട്, നിന്റെ എത്ര രൂപയുണ്ട്? അപ്പച്ചനും അമ്മച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ അപ്പച്ചനും അമ്മച്ച പറയാം. എന്തിനാ ഇങ്ങനെ പറയണ്ട? ഇപ്പൊ അവനെ ഇപ്പൊ നിർത്തി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് അപ്പ പറഞ്ഞോടേ ഇരിക്കുക. അത് സെയിം തിങ്സ്. 24 hours ഉള്ള ഹോട്ടൽ നടന്നു വരുന്നുണ്ട്. ഇന്ന് ഇപ്പം ഞങ്ങളെ കടയുടെ സൈഡിലിട്ട് തന്നെയാണ് പോകുന്നത്. പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി എടുത്തിട്ടില്ല. ശരിക്കും അവിടെ ഒരു എന്നുവെച്ചാൽ ബസ് സ്റ്റോപ്പും കൂടെ ആണ് അതിൻ്റെ അപ്പുറത്ത്. തിരിച്ചു വരുമ്പോൾ എങ്ങനെ ആവുമെന്തോ. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ജനശതാബ്ദിയാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ, ഷൊർണൂർ നല്ല ക്ലീനാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ. അതുകൊണ്ട് എനിക്കിഷ്ടം. പിന്നെ
എനിക്ക് മുട്ടിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിഫ്റ്റാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. സ്റ്റെപ്പ് കയറരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലിഫ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ ഷൊർണൂർ. അതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ഞങ്ങൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. എനിക്ക് 7 പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ ഷൊർണൂർ. അത്യാവശ്യം നല്ല, എനിക്കൊന്ന് കേരളത്തിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഷൊർണൂർ. എങ്ങനെയാണ് പറയണേ? ഈ ആപ്പ് അപ്പം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നോക്കാൻ പറയും എപ്പോഴും. 7:30 നമ്മുടെ ട്രെയിൻ ജനസ്ഥാനത്ത് കൃത്യമായിട്ടത് വരുന്നുണ്ട്. ഇപ്പോൾ കൊടുമുണ്ട എന്തോ എത്തിയിട്ടുണ്ട്. അവനാണ് അതുകൊണ്ടാണ് ഡാനപ്പൻ ഈ കൊടുമുണ്ട പറയുന്നത്. പിന്നെന്താ, അവർ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. കൃത്യസമയത്ത് എൻ്റെ മൊബൈലിൽ ചാർജ് തരുന്നു. സന്തോഷം. പിന്നെ അപ്പയുടെ മൊബൈലിൽ നിന്നാണ് കുറച്ച് ക്ലിപ്പിങ്സ് എടുക്കുന്നത്. ഈ മക്കൾ ഒറ്റയ്ക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു അമ്മമാരെക്കാൾ കൂടുതൽ അപ്പന്മാർക്കായിരിക്കും ടെൻഷൻ കൂടുതൽ കേട്ടോ. അവരാദ്യം അങ്ങനെയൊന്നും കാണിക്കില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കാണ് കൂടുതൽ ടെൻഷൻ എനിക്ക് തോന്നുന്നത്. ഭയങ്കര സ്നേഹപൂർവ്വം അപ്പം. എനിക്കൊരു ചാപ്റ്റർ ഉണ്ട് മലയാളത്തിൽ, സ്നേഹപൂർവ്വം അപ്പം. എന്താ പറ്റത്? ഷോള് മൂടി ഇവിടെ വെക്കണം. അവൻ്റെ അടുത്ത് അപ്പം എക്സൈറ്റഡ് ആണോ ഓ ടെൻസ്ഡ് ആണോ? ആണോ? കാരണം ട്രെയിൻ ഓടാണ് നേരിട്ട്. അവൻ ടെൻസ്ഡ് കാരണം ട്രെയിൻ കൊടുമുണ്ടേന്ന് വിട്ടു വന്നു. രാവിലെ തന്നെ ഞാനോ കൊടുമുണ്ടേന്ന് വിട്ടോ വണ്ടി. എടി നീ തന്നില്ലല്ലോ നീ. ജനശതാബ്ദി സൂക്ഷിച്ച് കയറ്. എവിടെ ഡാൻ? ഓ ഇവിടെ അവിടെ ഇരിക്കുന്നത്. മതി ടാറ്റാ. അപ്പുറം ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ വിളിക്കുന്നത്. അപ്പുറത്തെ സൈഡിലായിപ്പോയി. നിതിമോളെ വിശക്കാണെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കണം കേട്ടാ. ഇല്ലേ കാണിക്ക്, തിരിച്ചു കാണിക്ക്. ഇപ്പം കാണാം. ഞങ്ങൾക്ക് അപ്പുറത്തായതുകൊണ്ട് ഇവരെ കാണാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് ഇല്ല കാണിക്ക്. ടാറ്റ പറഞ്ഞോട്. ഓക്കെ ബൈ ബൈ വെച്ചോ. ബൈ വെച്ചോ. വിളിക്കാം. പിടിക്ക്. ഇച്ചിരി സങ്കടം വന്നു അവസാനം. ഞങ്ങളത് കഴിഞ്ഞ് അതേ ഹോട്ടലിൽ കഴിക്കാൻ കയറി. അപ്പം എന്തുപോലെ പൂരിയിൽ ഞാനും ഒരു പൂരിയും മുട്ടയും. അപ്പം പൂരിയും മുട്ടക്കറി സെയിം ഹോട്ടൽ കേട്ടോ. പോകുന്നേരത്ത് ചെറിയൊരു സങ്കടമൊക്കെ വന്നത് ഇത് കുട്ടനും ഡാനപ്പനും. അപ്പോൾ ഈ സങ്കടം നിങ്ങൾ പോയി പഠിക്കുന്നത് എങ്ങനെയൊക്കെ അത് നല്ലതല്ലേ. അപ്പം ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. ഞങ്ങളാക്കിയിട്ട് എനിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അതിനൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം. ഷൊർണൂർ ഞങ്ങൾ 2012 അപ്പം
13 ഷൊർണൂർ വന്ന. ഷൊർണൂർ ഞങ്ങൾ ആദ്യം താമസിച്ചത്. 13 14 ശരിയാ. പിന്നെ 14 തീയതി 14 ഞങ്ങൾ പട്ടാമ്പിക്ക് പോകുന്നത്. ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നില്ല സഹിച്ചാ, വ്യത്യാസങ്ങളൊന്നും വലിയ കാര്യമായി സംഭവിച്ചിട്ടില്ല. ഒരു വ്യത്യാസം വന്നില്ല എന്നാണ് പറയാം. പക്ഷെ പട്ടാമ്പി അങ്ങനല്ലേ. പട്ടാമ്പി ഞങ്ങളൊരു ശരിക്കൊരു 10 വർഷത്തെ ശരിക്കും മാറ്റങ്ങളുണ്ട്. ഇതായിരുന്നു ഇതുപോലെ സ്കൂള് ഇപ്പുറത്ത് കാണുന്നത്. റെയിൽവേ ക്രോസിലെ ഈ റെയിൽവേ ക്രോസ് ഇപ്പം അടച്ച് കഴിഞ്ഞിട്ടൊരാൾ ഇതിൻ്റെ അകത്തുനിന്ന് പോയി. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഓരോ മനുഷ്യന്മാരുടെ ഓരോ കൃത്രിമങ്ങളെ. പട്ടാമ്പി ഷൊർണൂർ ബസ് ചേലക്കര. എല്ലാവരും ജോലിക്ക് പോകുന്നു. ഉറക്കമില്ല, കാരണം ഇന്നലെയാണ് അപ്പോൾ തൽക്കാലം എടുക്കാൻ പോയത്. ഞാൻ ഉറങ്ങിയിട്ട് ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, അപ്പം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞിട്ടൊരു ഇച്ചിരി നേരം ഉറങ്ങാൻ പോവാം. ടാറ്റാ. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് നിധി എത്താനായി. നിധിയും ഡാനും അല്ലേ? എന്തെങ്കിലും പറയൂ. ഇന്ന് നമ്മുടെ നിധി കുട്ടിയും ഡാനും വരികയാണ്. അവര് ആദ്യമായിട്ടാണ് പട്ടാമ്പിയിൽ നിന്ന് വരുന്നത്. ഒറ്റയ്ക്ക് അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് വരികയാണ്. ഒറ്റയ്ക്ക് വരുന്നത്. അപ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ്. ഞാനുണ്ട്, പിന്നെ ഇത് വരുന്നുണ്ട്, പിന്നെ സൈമൺ ചാൻ വരുന്നുണ്ട്. ഒരു ഇവിടുത്തെ ഒരു പട തന്നെ വരികയാണ് അവരെ സ്വീകരിക്കാൻ. ഓക്കെ ഗായ്സ്, നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ കിട്ടി. പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, നമ്മൾ എത്തി. ദാ വന്നു. ഹലോ. രണ്ടുപേരും അങ്ങനെ ഗായ്സ് അവർ ഫൈനലി ട്രെയിനിൽ കയറി. നിങ്ങൾ ഇങ്ങനെ ഫോട്ടോയോ? Finally they reached, guys. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഇതാണ് ഫൈനലി അവരെത്തി. ഗൈസ് ഒറ്റയ്ക്ക് വന്നു. ഒറ്റയ്ക്ക് പക്ഷെ നൈസായിരുന്നു. The man. ഗൈസ്, നമ്മള് എസ്കലേറ്ററിൽ കൂടെ പോയപ്പോ ഈ റൈറ്റ് സൈഡിൽ കൂടെ ഒരു ഫാമിലി പോയിട്ടുണ്ട്. ഇവിടെ സൗണ്ട് കണ്ണാടി വെച്ച് അയാള് ഈ ഫാമിലിയാണ്. ഈ രണ്ടുപേര് 1:30 It's concerning. Hi guys. നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അയ്യോ, ഫുഡ് വന്നു. എനിക്ക് ഫുഡില്ല. നമ്മൾ ഹൈലൈൻസിലാണ് ഇപ്പോൾ ഉള്ളത്. നിധി ഈസ് ലൈക്ക്, നോക്കൂ, she's so pretty. She's pretty guys. She's a pretty bitch. And look at this guy, handsome. അയ്യോ, ഞാൻ നിറയ്ക്കുന്നു ഗൈസ്. ഇയാളാണ് വ്ളോഗ് എടുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. Vlogging is a tough job, guys. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇല്ല, അയച്ചുതരാം. ഇവിടെ ഡ്രൈവ് ചെയ്യാൻ നോക്കുന്നു.
എനിക്ക് 2 പേർക്ക് അയക്കണം ഓൾറെഡി. നനക്കുട്ടന്റെ മൊബൈലുണ്ടോ? ഉണ്ടോ? എടുത്താൽ Okay. Look at that, guys. Look at that. അപ്പച്ചനും അമ്മച്ചി ഞങ്ങളെക്കാളും ടെൻഷൻ അടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് ഭയങ്കര മെമ്മറബിൾ ഡേ എന്ന് വെച്ചാൽ അവർ മോർ എക്സൈറ്റഡ് ദാൻ us. പിന്നെ ഡാനപ്പനും നിധിക്കുട്ടനും മെമ്മറബിൾ ഡേ ആയിരുന്നു. കാരണം അവർ തന്നെ ഒരു ഒറ്റയ്ക്ക് പോയൊരു യാത്രയല്ലേ. അപ്പോൾ അവരും എക്സൈറ്റഡ് ആയിരുന്നു, സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിട്ടതിൽ ഞങ്ങൾക്ക് പിന്നെ സന്തോഷം തോന്നി. അങ്ങനെ എനിക്കൊന്ന് 1 മന്തോളം കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാത്തിരിക്കുക. Bye bye. Amen.